യുഎയിലെ പൊതുമാപ്പ് പദ്ധതിക്ക് തുടക്കമായി. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവർക്ക് താമസം നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ രാജ്യം വിടാനും അവസരമൊരുക്കുന്നതാണ് പദ്ധതി. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യവും യുഎഇ ഒരുക്കിയിട്ടുണ്ട്. യുഎഇയിൽ മതിയായ രേഖകളില്ലാതെ അനധികൃതമായി തങ്ങുന്നവർക്ക് അവരുടെ രേഖകൾ ശരിയാക്കി നാട്ടിലേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ ഇവിടെ തന്നെ തങ്ങാനോ ഉള്ള സുവർണ അവസരമാണ് പൊതുമാപ്പ്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ രാജ്യത്തെ നിരവധിയായ കേന്ദ്രങ്ങളിൽ അധികൃതർ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. യുഎഇയിൽ ഇത് 4ാം തവണയാണ് പൊതുമാപ്പ് അനുവദിക്കുന്നത്. കനത്ത പിഴയും ശിക്ഷയും ഭയന്ന് നാട്ടിലേക്ക് മടങ്ങാനാകാതെ കഴിഞ്ഞവർക്ക് ശിക്ഷാ നടപടികളൊന്നുമില്ലാതെ രാജ്യം വിടാൻ അവസരം ഒരുക്കുകയാണ് യുഎഇ. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിലും ആമർ സെന്ററുകളിലും ദുബായ് അൽ അവീറിലെ താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിലുമാണ് നടപടിക്രമങ്ങൾക്കായി അപേക്ഷ നൽകാൻ എത്തേണ്ടത്. വിസ കാലാവധി കഴിഞ്ഞ് അബ്സ്കോണ്ടിംഗ് ആയവരാണ് ആദ്യ ദിനം അൽ അവീറിൽ ഏറെയും എത്തിയത്. പൊതുമാപ്പ് വലിയ ആശ്വാസമാണെന്ന് ഇവിടെ എത്തിയവർ പറഞ്ഞു. I feel like it was very difficult without visa you cannot use bank, you cannot renew your driving license and everything. You don't have health insurance. Thank God that my family we did not get sick in that time that we don't have visa. Are you happy now? Yes, so happy. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി യുഎഇയിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നവർക്ക് ആവശ്യമെങ്കിൽ വിമാന ടിക്കറ്റ് ലഭ്യമാക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പേർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. So the first step is to get them to regularize their stay or to give them the out pass. There are a lot of avenues in which we can also try and support them in case somebody deserving requires air ticket. We are requesting the airlines to have some schemes where they can give highly discounted tickets or free tickets for Indian nationals. Consulate also has a scheme, Government of India scheme under the ICWF to support people on a case-to-case basis provided they satisfy the guidelines. രേഖകളെല്ലാം ശരിയാക്കി ഔട്ട് പാസ് ലഭിച്ചവർക്ക് യുഎഇയിൽ തുടരാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യവും യുഎഇ ഒരുക്കിയിട്ടുണ്ട്. വിവിധ കമ്പനികളുടെ പ്രതിനിധികളാണ് റിക്രൂട്ടിങ്ങിനായി എത്തിയിരിക്കുന്നത്. അവർ ഇല്ലീഗൽ സ്റ്റേ അതല്ലെങ്കിൽ ഓവർ സ്റ്റേ ആയിട്ടുള്ള ആളുകളെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം ഇവിടെ തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ജോലി ലഭിച്ചുകൊണ്ട് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു പദ്ധതിയാണ് ഇപ്രാവശ്യം യുഎഇ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് GDRFA ദുബായ് 10ഓളം കമ്പനികളെ അതിൽ ഹോട്ട് പാക്കിനെ കൂടി സെലക്ട് ചെയ്തുകൊണ്ട് ഹോട്ട് പാക്കിൻ്റെ വിവിധ ഫാക്ടറികളിലേക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള സംവിധാനം GDRFA ഒരുക്കി തരുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ വിവിധ സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. വിസ കാലാവധി കഴിഞ്ഞവർ, റെസിഡൻസി നിയമം ലംഘിച്ചവർ, പാസ്പോർട്ട് ഉൾപ്പെടെ യാത്രാരേഖകൾ പൂർണ്ണമായി കൈവശമില്ലാത്തവർ തുടങ്ങിയവർക്കെല്ലാം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. അതേസമയം അനധികൃതമായി രാജ്യത്തെത്തിയവർക്ക് പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കില്ല. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശ്വാസകരമാണ് യുഎഇ സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പ്. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.